നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ രോഗവ്യാപനം ദേശീയ ശരാശരിയേക്കാൾ വർദ്ധിച്ചതോടെ കേന്ദ്ര സംഘം വെള്ളിയാഴ്ച കേരളത്തിലേക്ക്. വാക്സിൻ വിതരണം സുഗമമാക്കാൻ മറ്റന്നാൾ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡ്രൈ റൺ. സംസ്ഥാനത്ത് 6394 പേർക്ക് കൂടി കോവിഡ്, 5110 പേർക്ക് രോഗമുക്തി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 35 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് മേഖലയിൽ 4 പേർക്ക് രോഗം. കേരളത്തിൽ സ്ഥിരീകരിച്ച പക്ഷിപ്പനി മനുഷ്യനിലേക്ക് പടരുമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് വിദഗ്ധർ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിച്ചു. ബുധനാഴ്ച രാവിലെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി പുതിയ ജനപ്രതിനിധികളുമായി സംവദിച്ചത്. യേശുദേവന്റെ മാമോദിസയെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദനഹപ്പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിലും വീടുകളിലും വാഴപ്പിണ്ടികളിൽ തിരിതെളിയിച്ച് വെളിച്ചത്തിന്റെ ആഘോഷം. ചിറ്റാട്ടുകരയിലും കുന്നംകുളം തെക്കേ അങ്ങാടി ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിലും ഇക്കുറി പെരുന്നാൾ ആഘോഷം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. വിശദമായ വാർത്തകളിലേക്ക്. കരുതൽ കുറയ്ക്കാറായിട്ടില്ല. കോവിഡിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘം വെള്ളിയാഴ്ച കേരളത്തിലെത്തുന്നു. സംസ്ഥാനത്ത് രോഗവ്യാപനം കൂടിയ സാഹചര്യത്തിലാണ് കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം. NCDC ഡയറക്ടർ ഡോക്ടർ SK സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേരളത്തിലെത്തുന്നത്. അതേസമയം വെള്ളിയാഴ്ച രാജ്യവ്യാപകമായി വീണ്ടും ഡ്രൈ റൺ നടത്തും. എല്ലാ ജില്ലകളിലും ഡ്രൈ റൺ നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വ്യാഴാഴ്ച കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 6394 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. UK നിന്നും വന്ന 2 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ അടുത്തിടെ UK നിന്നും വന്ന 43 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ ആകെ 6 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63,891 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.1 25 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 3209 രോഗം സ്ഥിരീകരിച്ചവരിൽ 69 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5723 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 551 പേരുടെ സമ്പർക്കുറവിടം വ്യക്തമല്ല. 51 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ചികിത്സയിലായിരുന്ന 5110 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 35 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് സോണിൽ 16 പേർക്കും പൂക്കോട് സോണിൽ 14 പേർക്കും അർബൻ സോണിൽ 5 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. തൈക്കാട് പൂക്കോട് സോണുകളിലുള്ളവർക്ക് ആന്റിജൻ പരിശോധനയിലും അർബൻ സോണിലുള്ളവർക്ക് RT-PCR പരിശോധനയിലുമാണ് നടത്തിയത്. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 4 പേർക്ക് കോവിഡ്. ഗുരുവായൂർ നഗരസഭയിലെ 2 പേർക്കും ചാവക്കാട് നഗരസഭ, പാവർട്ടി എന്നിവിടങ്ങളിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 23 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 6 പേർക്ക്. 13-ാം വാർഡിൽ 84-49 വയസ്സുള്ള സ്ത്രീകൾ, 14-ാം വാർഡിൽ 52 വയസ്സുള്ള പുരുഷൻ, 47-72 വയസ്സുള്ള സ്ത്രീകൾ, 17 വയസ്സുള്ള ആൺകുട്ടി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചൂണ്ടൽ പഞ്ചായത്തിൽ നിന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് 3 പേർക്ക്. ചിറനെല്ലൂരിൽ 58 വയസ്സുള്ള പുരുഷൻ, 54 വയസ്സുള്ള സ്ത്രീ, മണലിയിൽ 2 വയസ്സുള്ള ആൺകുട്ടി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ സ്ഥിരീകരിച്ച പക്ഷിപ്പനി മനുഷ്യനിലേക്ക് പടരുമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് വെറ്റിനറി സർവകലാശാല വിദഗ്ധർ. 144 ഇനം പക്ഷിപ്പനി വൈറസുകൾ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും വീര്യം കുറഞ്ഞ ഇനമാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിരിക്കുന്ന H5N8. നിലവിൽ മനുഷ്യരിലേക്ക് പടരുന്ന സ്വഭാവമില്ലെന്നും വിദഗ്ധർ വ്യക്തമാക്കി. എന്നാൽ പന്നികളിലൂടെയോ മറ്റോ പിൽക്കാലത്ത് വൈറസിന് രൂപമാറ്റം സംഭവിച്ച് മനുഷ്യനിലേക്ക് പടരാനുള്ള വിദൂര സാധ്യത ഒഴിവാക്കാനാണ് താറാവുകളെയും കോഴികളെയും കൊന്നൊടുക്കി മുൻകരുതൽ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതെന്ന് മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിലെ മൈക്രോബയോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ PM പ്രിയ വ്യക്തമാക്കി. മറ്റു വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം വേലിയേറ്റത്തെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായ ബ്ലാങ്ങാട് ബീച്ച്, ദ്വാരക, പുത്തൻ കടപ്പുറം എന്നിവിടങ്ങളിൽ നഗരസഭ ആരോഗ്യവകുപ്പ് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി വെള്ളം കടലിലേക്ക് ഒഴുക്കി.
കഴിഞ്ഞ 1, 2, 3 തീയതികളിലുണ്ടായ വേലിയേറ്റത്തെ തുടർന്നാണ് കടലിൽ നിന്ന് ശക്തമായ വെള്ളം അടിച്ചു കയറിയത്. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സക്കീർ ഹുസൈൻ, ഷമീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വസന്ത്, ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിച്ചു. ബുധനാഴ്ച രാവിലെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി പുതിയ ജനപ്രതിനിധികളുമായി സംവദിച്ചത്. സംസ്ഥാനത്തിന്റെ വികസനത്തിനും കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടത്തുന്നതിനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട് അധികാരമേറ്റവരുടെ പിന്തുണ മുഖ്യമന്ത്രി തേടി. കേരളത്തിന്റെ വികസനത്തിനും സാമൂഹ്യ പുരോഗതിക്കും സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഒത്തൊരുമയോടെ മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയുമാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. ജനപ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ സംവാദത്തിൽ ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ പങ്കെടുത്തു. പഞ്ചായത്ത് ഹാളുകളിൽ സജ്ജമാക്കിയ ഓൺലൈൻ സംവിധാനം വഴി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖ സുനിൽ, മിനി ജയൻ, വൈസ് പ്രസിഡന്റുമാരായ PT ജോസ്, NS ധനൻ, സെക്രട്ടറിമാരായ PS ശൈല, V ലേഖ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൺലൈൻ വഴി സംസ്ഥാനത്തെ മുഴുവൻ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി നടത്തിയ ഈ സംവാദത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അധ്യക്ഷനായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. പ്രായപൂർത്തിയാക്കാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി കടന്നുകളഞ്ഞ കർണാടക സ്വദേശി എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കർണാടക ചാമരാജ് നഗർ കോടിമല സ്വദേശി ചിന്നസ്വാമിയെയാണ് ഇൻസ്പെക്ടർ KK ഭൂഭീഷിന്റെ നേതൃത്വത്തിൽ കർണാടകയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2019 ഓഗസ്റ്റിലാണ് വേലൂർ സ്വദേശിനിയായ 15 വയസ്സുകാരി പീഡനത്തിനിരയായത്. പ്രതി താറാവ് വളർത്തൽ തൊഴിൽ ചെയ്ത് വേലൂരിൽ കഴിയുകയായിരുന്നു. പ്രണയം നടിച്ച് പ്രലോഭിപ്പിച്ച് പുലിയന്നൂർ പാടശേഖരത്തിൽ വെച്ചാണ് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തിന് ശേഷം ഇയാൾ കർണാടകയിൽ പോയി വിവാഹം കഴിച്ചു കഴിയുകയാണ്. 2020 ഏപ്രിൽ മാസത്തിൽ പെൺകുട്ടി പ്രസവിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് പോക്സോ വകുപ്പ് ചേർത്ത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കർണാടകയിൽ അടയ്ക്ക വ്യാപാരം നടത്തി വന്നിരുന്ന പ്രതിയെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടുകയായിരുന്നു. ASIമാരായ സന്തോഷ് ദേവസി, KR ജയൻ, CPO ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വേലൂരിൽ ബൈക്കും ടിപ്പറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വെങ്ങലശ്ശേരി ചിരിയങ്കണ്ടത്ത് വീട്ടിൽ ലിൻസൺ ആണ് പരിക്കേറ്റത്. മണിമലർക്കാവ് ക്ഷേത്ര പരിസരത്ത് വെച്ച് ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ലിൻസനെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ മമ്മിയൂരിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി. പൊട്ടിയ പൈപ്പ് ശരിയാക്കുന്നതുവരെ ഒരുമനയൂർ, കടപ്പുറം പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങും. ഗെയിൽ വാതക വിതരണ കുഴൽ സ്ഥാപിക്കുന്നതിനായി കുഴിയെടുക്കുമ്പോഴാണ് മമ്മിയൂർ അത്താണി സെന്ററിൽ പുലർച്ചെ 4ഓടെ പൈപ്പ് പൊട്ടിയത്. കൂറ്റനാട് പമ്പ് ഹൌസിൽ നിന്ന് ഒരുമനയൂർ, കടപ്പുറം പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം നൽകുന്ന പ്രധാന പൈപ്പാണിത്. വെള്ളം ശക്തിയായി മുകളിലേക്ക് പ്രവഹിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്ത് 12 അടിയോളം ദൂരത്തിൽ റോഡ് പൊളിഞ്ഞ് മുകളിലേക്കുയർന്നു. അപകട സാധ്യത കണക്കിലെടുത്ത് ഇതിനു ചുറ്റും ബാരിക്കേഡ് സ്ഥാപിച്ചു. ഇതോടെ ഒരു വശത്തുകൂടെ മാത്രം വാഹനങ്ങൾ കടന്നു പോകേണ്ടി വന്നതിനാൽ കുന്നംകുളം ചാവക്കാട് റോഡിൽ രാവിലെ മുതൽ ഗതാഗത തടസ്സമുണ്ടായി. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ജല അതോറിറ്റി അധികൃതരെത്തി പമ്പ് ഹൌസിലെ വാൽവ് അടച്ചത്. താഴ്ന്ന പ്രദേശമായതിനാൽ മണിക്കൂറുകളോളം വെള്ളം പിന്നെയും ഒഴുകിക്കൊണ്ടിരുന്നു. 8 മണിക്കൂറോളം നേരം കുടിവെള്ളം പാഴായിക്കൊണ്ടിരുന്നതിനാൽ റോഡരികിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. ഇതോടെ അമൃത് പദ്ധതിയുടെ കാനനിർമ്മാണവും തടസ്സപ്പെട്ടു. പൊട്ടിയ പൈപ്പ് ശരിയാക്കാൻ 3 ദിവസമെങ്കിലും വേണ്ടിവരുമെന്ന് ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുവരെ കടപ്പുറം, ഒരുമനയൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ളം മുടങ്ങുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്ക്. പാത്രമംഗലം കുളങ്ങര വീട്ടിൽ 21 വയസ്സുള്ള ബിനോയ്ക്കാണ് പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അപകടം നടന്നത്. ബൈക്ക് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു വീണു. കാലിന് പരിക്കേറ്റ ബിനോയിയെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ഫർക്ക കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ കഴിഞ്ഞ 6 മാസമായി നിലനിന്നിരുന്ന ഭരണ പ്രതിസന്ധിക്ക് പരിഹാരമായി. കഴിഞ്ഞ 28 വർഷമായി ബാങ്ക് പ്രസിഡന്റായിരുന്ന KK സെയ്ദ് മുഹമ്മദിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി. പുതിയ പ്രസിഡന്റായി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപനെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ആഗസ്റ്റ് 26-നാണ് ഒരു വിഭാഗം ഡയറക്ടർമാർ പ്രസിഡന്റായിരുന്ന KK സെയ്ദ് മുഹമ്മദിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. തുടർന്ന് സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിട്ടെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗം ഡയറക്ടർമാർ വിട്ടുനിൽക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ബുധനാഴ്ച വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിയിലെ 10 അംഗങ്ങൾ പങ്കെടുത്തു.
മുൻ പ്രസിഡന്റ് കെ സെയ്ദ് മുഹമ്മദും എ ഗ്രൂപ്പിലെ ഡയറക്ടർമാരായ വേണുഗോപാലും സി വിമലയുമാണ് വിട്ടുനിന്നത്. അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഏറെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ജൂലൈ 1 നൽകിയ അവിശ്വാസ പ്രമേയം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്യുകയും പിന്നീട് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ റദ്ദാക്കി പ്രമേയം ചർച്ച ചെയ്യാൻ ഉത്തരവിടുകയുമായിരുന്നു. ഇതിനിടയിൽ 3 ഐ ഗ്രൂപ്പ് ഡയറക്ടർമാരെ മുൻ പ്രസിഡന്റ് CPMന്റെ സഹായത്തോടെ അയോഗ്യരാക്കാൻ ശ്രമിച്ചതും ഏറെ വിവാദമായിരുന്നു. KPCCയുടെ വിപ്പ് ലംഘിച്ചാണ് കെ സെയ്ദ് മുഹമ്മദിനെതിരെ അവിശ്വാസ പ്രമേയം പാസാക്കിയത്. ഗോപപ്രതാപൻ ഗുരുവായൂരിലെ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റായിരുന്നു. റൂറൽ ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് കാർഷിക ഗ്രാമവികസന ബാങ്കിൽ നിന്ന് രാജിവെച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം വനിതാ ലീഗ് സെക്രട്ടറിയായിരുന്ന സുലൈഖ സുലൈമാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. UDF നേതാക്കളുടെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചും മുസ്ലിം ലീഗിന്റെ അനീതിയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുലൈഖ പറഞ്ഞു. 20 വർഷമായി ഇവർ മേഖലയിലെ UDFൽ സജീവ സാന്നിധ്യമാണ്. പാർട്ടിക്ക് വേണ്ടി ദിനരാത്രം പ്രവർത്തിക്കുന്നവരെ അവഗണിച്ച് സമ്പന്നരെ അനർഹമായ രീതിയിൽ പരിഗണിക്കുകയും ചെയ്യുന്നതായി അവർ ആരോപിച്ചു. UDFന്റെ ഇന്നത്തെ രാഷ്ട്രീയ നിയമങ്ങൾക്ക് പ്രതിഷേധിച്ച് ഞാൻ ഈ വനിതാ ലീഗിൻ്റെ ഗുരുവായൂർ നിയോജകമണ്ഡലം വനിതാ ലീഗിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എൻ്റെ മറ്റുള്ള ഭാരവാഹിത്വം ഞാൻ രാജിവെക്കും. കാരണം ഇന്നത്തെ UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ മുസ്ലിം ലീഗിലും ഉണ്ട് പണക്കാരാണ് അവർ സ്വാധീനിക്കുന്നത്. പാവപ്പെട്ടവരായ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ എത്രയും പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടും ഒരു വിലയും കൽപ്പിക്കാതെ അവർ പല ഭാഗങ്ങളിലും അവർ പണക്കാരെയും സൗന്ദര്യമുള്ളവരെയും ആണ് ഇന്ന് അവർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്. പൊരുതുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം എന്ന മുദ്രാവാക്യമുയർത്തി കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ കിഴക്കേനടയിൽ സംഘടിപ്പിച്ച പരിപാടി മഹിളാ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജയ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സഫൂർ അബക്കർ അധ്യക്ഷയായിരുന്നു. കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റി അംഗം NK സുബ്രഹ്മണ്യൻ, മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി ഗീതാ രാജൻ, ബിന്ദു പുരുഷോത്തമൻ, MA സുമംഗല തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തയിലേക്ക്. കുന്നംകുളം തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് ഓർത്തഡോക്സ് പള്ളിയിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാനമസ്കാരം, പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ആശീർവാദം എന്നിവ നടന്നു. ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, വെള്ളം വാഴ്വ് ശുശ്രൂഷ, വിശുദ്ധ കുർബാന, ആശീർവാദം, സന്ധ്യാനമസ്കാരം എന്നിവ നടന്നു. വികാരി ഗീവർഗീസ് തോലത്ത് കാർമ്മികത്വം വഹിച്ചു. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണം നടന്നില്ല. അജണ്ടയിൽ ഉൾപ്പെടുത്താത്ത പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് പരൂർ പടവ് കമ്മിറ്റി വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ബഹളത്തിനൊടുവിൽ 21 അംഗ കമ്മിറ്റിയെ യോഗം തിരഞ്ഞെടുത്തു. കർഷകർ കഷ്ടപ്പെട്ട് വിളവെടുക്കുന്ന ധാന്യങ്ങൾ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുവാൻ അവസരം നൽകാതെ സർക്കാർ ഇടനിലക്കാരെ ഏൽപ്പിക്കാതെ നേരിട്ട് സംഭരണം ചെയ്യുവാനുള്ള അവസരമൊരുക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പരൂർ പടവ് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച വൈകിട്ട് പുന്നയൂർക്കുളം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ സഹീർ ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് KP സക്കീർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൃഷി ഓഫീസർ ഞാനു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രദീപ്, പുന്നയൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ധനീബ് തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പോർട്ട് അവതരണവും വരവ് ചെലവ് കണക്കുകൾ പാസാക്കിയതിനുശേഷം കൃഷിയിൽ നേരിട്ട കഷ്ടതകളെക്കുറിച്ച് ചർച്ചകൾ നടന്നു. തുടർന്ന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ അധ്യക്ഷൻ അനുവദിച്ചത് യോഗത്തിൽ ബഹളത്തിനിടയാക്കി. ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അബൂബക്കർ കുന്നങ്കാട്ടിലാണ് എതിർപ്പുമായി രംഗത്തെത്തിയത്. എന്നാൽ ഇത് അച്ചടിപ്പിഴവാണെന്ന് സെക്രട്ടറി TK ഹസൻ പറഞ്ഞു. ഒടുവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടപെട്ട് യോഗം ശാന്തമാക്കുകയായിരുന്നു. തുടർന്ന് നിലവിലെ കമ്മിറ്റി പിരിച്ചുവിടുകയും പുതിയ 21 അംഗ കമ്മിറ്റിയെ യോഗം അംഗീകരിച്ചു. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക പള്ളിയിൽ 251 കമ്പടി തിരുനാളിന് തുടക്കമായി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വൈദ്യുത അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവക വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് പ്രദക്ഷിണം, തേങ്ങവിളക്ക് തെളിയിക്കൽ, പിണ്ടി തെളിയിക്കൽ, പെരുന്നാളിന്റെ ഭാഗമായി നിർമ്മിച്ച ഷോർട്ട് ഫിലിം CD-യുടെ പ്രകാശനവും നടന്നു. വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചിറ്റാട്ടുകര ഇടവക വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ചടങ്ങിൽ സഹവികാരി ഫാദർ വിനോയ് വാഴപ്പള്ളി, കൈക്കാരന്മാർ PC ജോസ്, KV ഇഗ്നി, CK സെബി, ജനറൽ കൺവീനർ PD ടോമി, AD സാജു, ജസ്റ്റിൻ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു.
പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 100 കണക്കിന് ചിരാതുകൾ തെളിയിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. വാഴപ്പിണ്ടികളിൽ ചിരാതുകൾ തെളിയിച്ചും വീടുകൾക്ക് മുൻപിൽ മെഴുകുതിരി കത്തിച്ചും അങ്ങാടികൾ പ്രഭാപൂരിതമായി. ചൊവ്വാഴ്ച സന്ധ്യ നമസ്കാരത്തിന് ശേഷമായിരുന്നു ചിരാതുകൾ തെളിയിച്ചത്. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം യങ്സ് കോർണറിൽ റോഡിന് ഇരുവശവും വാഴപ്പിണ്ടിയിൽ ദീപാലങ്കാരങ്ങൾ തെളിയിച്ചു. പോർക്കുളം മാർ അഥായ് ശ്ലീഹ പള്ളിയിലും 100 കണക്കിന് ചിരാതുകൾ തെളിയിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുദേവന്റെ മാമോദീസയെ അനുസ്മരിച്ച് ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാത്രി സന്ധ്യാ നമസ്കാരത്തിന് ശേഷം എൽദോ ചാപ്പലിൽ 20 അടി ഉയരത്തിലുള്ള അലങ്കരിച്ച പിണ്ടിൽ ഫാദർ ജേക്കബ് കക്കാട് ആദ്യ തിരി തെളിയിച്ചു. പള്ളിയിൽ തിരി തെളിഞ്ഞതോടെ അങ്ങാടിക്ക് ചുറ്റുമുള്ള വീടുകൾക്ക് മുന്നിൽ ഒരുക്കിയ പിണ്ടികളിൽ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗം തിരി കത്തിച്ചു. കൂടാതെ വീട്ടുമുറ്റങ്ങളിൽ മൺചിരാതുകളും മെഴുകുതിരികളും കത്തിച്ചു. വൈദ്യുതി ദീപാലങ്കാരങ്ങളിലും വെളിച്ചത്തിന്റെ ആഘോഷത്തിന് വരവേറ്റു. ബുധനാഴ്ച രാവിലെ ഫാദർ ജേക്കബ് കക്കാട് ദനഹ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വെള്ളം വാഴിന്റെ ശുശ്രൂഷയും കുർബാനയും നടന്നു. വാഴ്ത്തിയ വെള്ളം വിശ്വാസികൾ ഭവനങ്ങളിലേക്ക് കൊണ്ടുപോയി. ബുധനാഴ്ച വൈകിട്ടും വാഴപ്പിണ്ടിയിൽ തിരി തെളിയിച്ചു. മാനസിക നില തെറ്റിയ ഇതര സംസ്ഥാനക്കാരനായ യുവാവിന് സുരക്ഷയൊരുക്കി കുന്നംകുളം പോലീസ്. തെരുവിൽ നിന്ന് കണ്ടെത്തിയത് ഉത്തർപ്രദേശിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത ബന്ധുവിനെ. പോർക്കുളം കൊങ്ങണൂർ സി വി രാമൻ റോഡിന് സമീപം മാനസിക നില തെറ്റിയ നിലയിൽ ഒരു യുവാവ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടെന്ന് പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണനാണ് കുന്നംകുളം സിഐ KG സുരേഷിനെ അറിയിച്ചത്. ഇതുപ്രകാരം പോലീസ് സ്ഥലത്തെത്തി സമീപവാസിയായ ധനൂപിന്റെ സഹായത്തോടെ യുവാവിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. അവ്യക്തമായ മറുപടിയിൽ നിന്നും യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന രേഖകളിൽ നിന്നും ഉത്തർപ്രദേശ് സ്വദേശിയാണെന്നും പേര് വിനോദ് കുമാർ മൌര്യ എന്നാണെന്നും കുറച്ചു ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നും മനസ്സിലാക്കി. തുടർന്ന് പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ യുവാവിന് ഭക്ഷണം നൽകുകയും ചെയ്തു. യുവാവിൽ നിന്നു ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടതിൽ കഴിഞ്ഞ വർഷം നവംബർ 17-ാം തീയതി ഉത്തർപ്രദേശിൽ നിന്നും കാണാതായ വ്യക്തിയാണെന്നും അവിടുത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത ബന്ധുവാണെന്നും യുവാവിനെ കാണാതായ കാര്യത്തിന് അവിടെ കേസ് എടുത്തിട്ടുണ്ടെന്നും മനസ്സിലായി. ഉടൻ തന്നെ CI KG സുരേഷ് വിവരം തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി R ആദിത്യ IPSനെ അറിയിച്ചു. യുവാവിന്റെ ബന്ധുക്കൾ വരുന്നതുവരെ ഏതെങ്കിലും അഭയകേന്ദ്രത്തിൽ സുരക്ഷിതമായി പാർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ കോവിഡ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയതിനുശേഷം വേലൂരിലെ സെന്റ് മേരീസ് മേഴ്സി ഹോമിൽ താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ ഉടനടി അവിടെ നിന്നും പുറപ്പെടുമെന്നും അടുത്ത ദിവസം തന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പോലീസ് അറിയിച്ചു. SI-മാരായ F ജോയ്, VS സന്തോഷ്, CPO-മാരായ സന്ദീപ്, ഷജീർ, അബൂബക്കർ എന്നിവരാണ് യുവാവിന് സംരക്ഷണമൊരുക്കിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദുബായിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരമ്പരാഗത രീതിയിൽ പിണ്ടിയിൽ ദീപം തെളിയിച്ച് ദനഹ പെരുന്നാൾ ആചരിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ബിനീഷ് ബാബു ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സഹ വികാരി ഫാദർ സാബു തോമസ്, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കുന്നംകുളം പ്രവാസി അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ദുബായ് ഇടവകയിൽ കഴിഞ്ഞ വർഷം മുതലാണ് പിണ്ടിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ ആഘോഷത്തിൽ പങ്കുചേർന്നു. ദനഹ പെരുന്നാളിനോടനുബന്ധിച്ച് പെങ്ങാമുക്ക് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ തെക്കുമുറി വിഭാഗം പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 15 അടി ഉയരമുള്ള ഡിജിറ്റൽ LED പിണ്ടി തെളിയിച്ചു. സജി CS, സജി KM, ഷാജൻ PU, സജോയ് CP, സോജൻ K, സുവിൻ KS, എൽദോ PS, എബിൻ TG, അരുൺ തമ്പി, വിപിൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളിയിൽ 10 അടി വലിപ്പമുള്ള പിണ്ടിയിൽ വികാരി ഫാദർ എൽദോ M ജോയ് ചിരാത് തെളിയിച്ചു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും നടത്തി. ബുധനാഴ്ച രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥനയും ദനഹയുടെ വെള്ളം വാഴ്വ് ശുശ്രൂഷയും തുടർന്ന് കുർബാനയും നടന്നു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമാണ് ചടങ്ങുകൾ നടത്തിയത്. പള്ളി ട്രസ്റ്റി വറീദ് CV, കൈക്കാരൻ തമ്പി KP, സെക്രട്ടറി സൈമൺ CV എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ സ്കിൽ മിത്ര എന്ന പേരിൽ വ്യവസായ സ്ഥാപനങ്ങൾ നേരിട്ട് പരിശീലനം നൽകുന്ന ASAP പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. സംസ്ഥാന സർക്കാരിന് കീഴിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സംയുക്ത സംരംഭമായി രൂപീകരിക്കപ്പെട്ട
ഒരു നൈപുണ്യ വികസന പദ്ധതിയാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്ന അസാപ്പ് പദ്ധതി. വിദ്യാർത്ഥികളിൽ തൊഴിൽ നൈപുണ്യം വളർത്തിയെടുക്കുക വഴി പുതിയ തലമുറയുടെ തൊഴിൽക്ഷമത ഉറപ്പാക്കി അതുവഴി തൊഴിലില്ലായ്മ എന്ന സാമൂഹിക പ്രശ്നം ഫലപ്രദമായി പരിഹരിക്കുക എന്നതാണ് അസാപ്പിന്റെ മുഖ്യ ലക്ഷ്യം. കുന്നംകുളത്ത് യുവതലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംരംഭമായിട്ട് ഇത് മാറുകയാണ്. ഇത് എത്രയും വേഗം ഉയർന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഫെബ്രുവരി 20 തന്നെ ഇതിന്റെ പണി പൂർത്തീകരിച്ച് കിട്ടും. 7 സ്കിൽ പാർക്കുകൾ വിവിധ ജില്ലകളിലായി സ്ഥാപിക്കുന്നുണ്ട്. പുതിയ സ്കിൽ പാർക്കുകളിൽ ഒന്ന് കുന്നംകുളത്താണ് സ്ഥാപിക്കുന്നത്. ഇതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അധീനതയിലുള്ള 1 ഏക്കർ സ്ഥലം അസാപ്പിന് അനുവദിച്ചിട്ടുണ്ട്. കുന്നംകുളത്ത് നിർദ്ദേശിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഉൾപ്പെടെയുള്ള 7 സ്കിൽ പാർക്കുകൾക്ക് ഓപ്പറേറ്റിംഗ് പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി വരികയാണ്. നിർമ്മാണ കാലാവധി പ്രവർത്തന പുരോഗതിയെ ബാധിക്കാതിരിക്കുന്നതിനും പാർക്കിന്റെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് പശ്ചാത്തല സൌകര്യം ഒരുക്കുന്നതിനുമായി നിർദ്ദിഷ്ട സ്ഥലത്തിന് സമീപത്തായി ഒരു താൽക്കാലിക കേന്ദ്രത്തിൽ സ്കിൽ പാർക്ക് പ്രവർത്തിപ്പിച്ചു തുടങ്ങുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് സ്ഥിരം കേന്ദ്രത്തിലേക്ക് പ്രവർത്തനം മാറ്റുന്നതിനും തീരുമാനിക്കുകയുണ്ടായി. ഇതിനായി കെട്ടിടം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത സ്ഥലം എംഎൽഎയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ AC മൊയ്തീന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കുന്നംകുളം ടൌണിൽ സൌകര്യപ്രദമായ ഒരു കെട്ടിടം കണ്ടെത്തിയിട്ടുണ്ട്. നിർദ്ദിഷ്ട കെട്ടിടത്തിൽ താൽക്കാലികമായി കേന്ദ്രം നവംബറിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ അസാപ്പ് സ്വീകരിച്ചു വരികയാണ്. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ ബിൽഡിംഗ് ആണ്. ഏകദേശം 27,000 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ താൽക്കാലിക ക്യാമ്പസ്, ട്രാൻസിറ്റ് ക്യാമ്പസ് തുടങ്ങിയിരിക്കുന്നത് കുന്നംകുളം പോളിടെക്നിക്കിലാണ്. 2 കോഴ്സ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫോറിൻ ലാംഗ്വേജ് ആണ്, ജർമ്മൻ, അതിൻ്റെ കൂടെ ജാപ്പാനീസ് ലാംഗ്വേജും തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ 4 കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം ഫെബ്രുവരി 20 ശേഷം നമുക്ക് ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിലോട്ടാവും. CCTV ന്യൂസ് കുന്നംകുളം. യാക്കോബായ സുറിയാനി സഭയ്ക്കെതിരെയുള്ള നീതി നിഷേധങ്ങൾക്കും പള്ളി കയ്യേറ്റങ്ങൾക്കുമെതിരെ തിരുവനന്തപുരത്ത് നടക്കുന്ന അവകാശ സംരക്ഷണ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ആർത്താറ്റ് കുന്നംകുളം സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരിമാരായ ഫാദർ രാജൻ മാണി കോർപ്പിസ്കോപ്പ, ഫാദർ സിജി മാത്യു, സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് ചാക്കോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. പള്ളി സെക്രട്ടറി ഗ്രിഗറി പനക്കൽ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലും പ്രതിഷേധ ജ്വാല തെളിയിച്ചു. വികാരി ഫാദർ എൽദോ എം ജോയ് ഉദ്ഘാടനം ചെയ്തു. പഴയ പള്ളി ട്രസ്റ്റി വറിയത് CV, കൈക്കാരൻ തമ്പി KP, സെക്രട്ടറി സൈമൺ CV എന്നിവർ നേതൃത്വം നൽകി. കൽപ്പക വെഡിംഗ് പാർട്ട്ണർ തൂവാനൂർ പൊന്നാരശ്ശേരി പരേതരായ കറുപ്പക്കുട്ടിയുടെയും കൊടക്കാട്ടിൽ മീനാക്ഷി വൈദ്യരുടെയും മകൻ PK വിനോദൻ നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച നടക്കും. ബിന്ദു ആണ് ഭാര്യ. അമൃത, ആനന്ദ്, അഞ്ജന എന്നിവർ മക്കളാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വ്യാഴാഴ്ച കുന്നംകുളത്തെ കൽപ്പക ഷോറൂം മുടക്കമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വാർത്തയിലേക്ക്. ചാവക്കാട് ചേറ്റുവാ റോഡിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം KV അബ്ദുൽ ഖാദർ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, 16ാം വാർഡ് കൌൺസിലർ ബുഷറ ലത്തീഫ്, മുൻ കൌൺസിലർ AH അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. MLA ഫണ്ടിലെ 3,16,000 രൂപ ഉപയോഗിച്ചാണ് ഹൈമാസ്റ്റ് നിർമ്മിച്ചത്. PMAY ലൈഫ് പദ്ധതി അംഗീകാർ ക്യാമ്പയിനിന്റെ ഭാഗമായി ഗുരുവായൂരിൽ നടന്ന ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സമൂഹത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന്റെ അവബോധം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൈക്ലത്തോണിൽ പദ്ധതി ഗുണഭോക്താക്കൾ, സൈക്കിൾ ക്ലബ്ബ്, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കാളികളായി. നഗരസഭാ സെക്രട്ടറി AS ശ്രീകാന്ത്, പ്രോജക്ട് ഓഫീസർ PP പ്രകാശൻ, സോഷ്യൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ദീപ്തി കൃഷ്ണൻ, ഉദ്യോഗസ്ഥരായ TG അനു, TK ചിത്ര, PS സുമേഷ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. പാഴിയോട്ടുമുറി കുളങ്ങര വീട്ടിൽ സണ്ണിക്കാണ് പരിക്കേറ്റത്. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ പാഴിയോട്ടുമുറി സെന്ററിൽ വെച്ചാണ് അപകടം നടന്നത്. പരിക്കേറ്റ സണ്ണിയെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് എടക്കഴിയൂരിൽ വില്ലേജ് ഓഫീസിൽ ഓഫീസർ ഇല്ലാതായിട്ട് 1 മാസം പിന്നിടുന്നു. സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ അപേക്ഷകർ ദുരിതത്തിൽ.
വിവിധ ആവശ്യങ്ങൾക്കായി ദിനംപ്രതി നിരവധി പേരാണ് വില്ലേജ് ഓഫീസിലെത്തുന്നത്. നിലവിൽ പുന്നിയൂർ വില്ലേജ് ഓഫീസർക്ക് അധിക ചുമതല നൽകിയാണ് എടക്കഴിയൂർ വില്ലേജ് ഓഫീസർ പ്രവർത്തിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 ശേഷമാണ് വില്ലേജ് ഓഫീസർ ഇവിടെ എത്തുക. അതിനാൽ രാവിലെ എത്തുന്ന അപേക്ഷകർ പോലും ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിനായി കാത്തുനിൽക്കേണ്ട അവസ്ഥയാണെന്ന് അപേക്ഷകർ പറയുന്നു. 1.5 മാസമായിട്ട് നമ്മുടെ എടക്കഴിയൂർ വില്ലേജിലത്തെ അവസ്ഥയാണ്. സെക്രട്ടറി വില്ലേജ് ഓഫീസർ ഇല്ല നമ്മളെ ഈ വില്ലേജ് എടക്കഴിയൂർ വില്ലേജിൽ. ഇന്നലെ ഇവിടെ വന്ന് ഒരു കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസറിലായിട്ട് മടങ്ങിപ്പോയി. ഇന്ന് 10 മണിക്ക് വന്നതാണ്. ഇന്ന് 10 മണിക്ക് വന്നിട്ട് 1 മണി നമ്മൾക്ക് എത്തുമെന്ന് പറഞ്ഞ് ഇപ്പോൾ 2 മണി കഴിഞ്ഞ് 2:15 ടൈം. ഇതുവരെ ഇവിടെ ഓഫീസറില്ല. ദിവസവും ജനങ്ങൾ വന്നിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് നമ്മൾ ഇതുകൊണ്ട്. ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ആളെ മുൻഗണനയൊക്കെ ഉണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ 2 വില്ലേജിലേക്കായിട്ട് ഒരാളെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയില്ല. കഴിഞ്ഞ വർഷം നവംബർ 30-നാണ് ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ വിരമിച്ചത്. അതിനു മുന്നേ വില്ലേജ് ഓഫീസർ ലീവിലായിരുന്നു. അന്നു മുതൽ അപേക്ഷകർ ഓഫീസിൽ കയറിയിറങ്ങുന്നത് പതിവാണ്. പ്രായമായവരുൾപ്പെടെ മണിക്കൂറുകളോളം ഏറെ ബുദ്ധിമുട്ടിയാണ് വില്ലേജ് ഓഫീസർക്കായി കാത്തിരിക്കുന്നതെന്ന് അപേക്ഷകർ പറഞ്ഞു. സ്കൂളുകളും കോളേജുകളും തുറന്നതോടെ സ്കോളർഷിപ്പിനും പഞ്ചായത്ത് സംബന്ധമായ കാര്യങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജീവനക്കാർ. 4 ജീവനക്കാർ ഉണ്ടാകേണ്ട ഓഫീസിൽ നിലവിൽ 2 പേർ മാത്രമേയുള്ളൂ. കോവിഡ് പ്രതിസന്ധിയിൽ പോലും ഓഫീസിന് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അടിയന്തരമായി ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. CCTV ന്യൂസ്, ചാവക്കാട്. എടക്കഴിയൂർ വില്ലേജിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. 3 മാസത്തിലേറെയായി ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ലാതെയായിട്ട്. ഷാജഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങ് RV മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ ഓലങ്ങാട്ട് അധ്യക്ഷനായി. CV സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പുന്നിയൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് മന്നൻ, സേവാദൾ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ MP, INTC മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് TP, അഷ്റഫ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നഫീസക്കുട്ടി വലിയകത്ത്, അഞ്ജന പൂവത്തിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ചിക്കൻ സ്റ്റാൾ വർക്കേഴ്സ് യൂണിയൻ കുന്നുകുളം ഏരിയ കമ്മിറ്റി രൂപീകരണ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ബാബു പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. PM സോമൻ, ജലീൽ കണ്ടാണശ്ശേരി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി ബാബു പുലിക്കോട്ടിൽ പ്രസിഡന്റ്, ജലീൽ കണ്ടാണശ്ശേരി സെക്രട്ടറി, PT ജോസ് ഗജാഞ്ചി എന്നിവരെ തെരഞ്ഞെടുത്തു. വിവാദം സൃഷ്ടിച്ച പുന്നിയൂർ പഞ്ചായത്ത് ചേന്നാത്തേൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. 2020-21 NREGS പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണത്തിനായി ഫണ്ട് അനുവദിച്ചിരുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ സാങ്കേതികത്വമായിരുന്നു റോഡ് നിർമ്മാണത്തിന് കാലതാമസം നേരിട്ടത്. ഇതോടെ പ്രദേശവാസികൾ മെമ്പർക്കെതിരെ തിരിയുകയും LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും സമരങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. UDF മെമ്പറായിരുന്ന ഉമ്മർ അറയ്ക്കൽ താൻ നേതൃത്വം നൽകുന്ന പാർട്ടി വാർഡിൽ ജയിച്ചാലും തോറ്റാലും ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുൻപായി റോഡ് പ്രാവർത്തികമാക്കുമെന്ന് വാർഡ് നിവാസികൾക്ക് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു. വാർഡിൽ UDF സ്ഥാനാർത്ഥി തോറ്റെങ്കിലും താൻ കൊടുത്ത വാക്കുകൾ പ്രാവർത്തികമാക്കാനായി ഇടപെടലുകൾ നടത്തിയതിനാൽ 135 മീറ്റർ ദൂരം കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാൻ കഴിഞ്ഞു. 5 ലക്ഷം രൂപ തൊഴിലുറപ്പ് പദ്ധതിയിൽ വകയിരുത്തിയാണ് റോഡ് പ്രാവർത്തികമാക്കിയത്. എല്ലാവിധ നുണപ്രചരണങ്ങളും അതിജീവിച്ചുകൊണ്ട് ചേന്നാത്തേൽ റോഡ് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതിൽ താൻ സന്തോഷവാനാണെന്നും ഉമ്മർ അറക്കൽ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നൂർക്കുളം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാരും ഫിഷറീസ് വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന വീട്ടുവളപ്പിലെ പടുതാക്കുളം മത്സ്യകൃഷി പദ്ധതി പ്രകാരം ചാലത്തൂർ വളപ്പിൽ മോഹനന്റെ കൃഷിയിടത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. അക്വ കൾച്ചർ പ്രൊമോട്ടർ അർച്ചന ശ്രീനിഷ് സ്വാഗതം പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർ രജിത, യുവ മത്സ്യകർഷകൻ ശ്രീനിഷ് എന്നിവർ പങ്കെടുത്തു. 2 സെന്റ് പടുതാക്കുളത്തിൽ 1000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഗുരുവായൂർ പേരകം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസിനും ബാങ്ക് പരിധിയിലുള്ള കൌൺസിലർമാർക്കും സ്വീകരണം നൽകി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം നഗരസഭാ മുൻ ചെയർമാൻ TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് MS വാസു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ലാസർ പേരകം, VV ഡൊമിനി, CJ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചെയർമാനെയും 37 മുതൽ 43 വരെയുള്ള വാർഡുകളിലെ കൌൺസിലർമാരെയും പൊന്നാട ചാർത്തി ബാങ്കിന്റെ ഉപഹാരം സമ്മാനിച്ചു. പുന്നൂർക്കുളം പരൂർ കാരുണ്യം ട്രസ്റ്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ഡോക്ടറെ ആദരിച്ചു.
40 വർഷത്തോളമായി സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും സേവനമനുഷ്ഠിച്ച ഡോക്ടർ ഇപ്പോഴും വടക്കേക്കാടിന്റെ ആതുര സേവന രംഗത്ത് അത്താണിയായി നിലനിൽക്കുകയാണ്. ബുധനാഴ്ചയാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഡോക്ടറുടെ വീട്ടിൽ ചെന്ന് നാടിന്റെ ആദരം സമർപ്പിച്ചത്. ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് ഹാജി പൊന്നാടയണിയിച്ച് ആദരിച്ചു. സെക്രട്ടറി മുസ്തഫ പരൂർ ഉപഹാരം നൽകി. ട്രഷറർ ഷംസു, വൈസ് പ്രസിഡന്റ് അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം കലാലയങ്ങൾക്ക് പുറത്ത് എന്ന മുദ്രാവാക്യമുയർത്തി ദില്ലിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി ശ്രീകൃഷ്ണ കോളേജിൽ SFI യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കവാടം തീർത്തു. SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക് സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ഷിജിൻലാൽ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജിഷ്ണുദേവ്, KB അമൽ, കുന്നംകുളം ഏരിയ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, പ്രസിഡന്റ് ഗോപകുമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനസ് ജോസഫ്, PV വിനോദ്, M അഭിനന്ദ്, യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അർജുനൻ എന്നിവർ സംസാരിച്ചു. 1999-2000 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അറിവിന്റെ വെള്ളി വെളിച്ചം പകരാൻ പെങ്ങാമുക്ക് ഹൈസ്കൂളിലെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ നൽകി. കാട്ടകമ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ലൈബ്രറിയൻ മെബിത ടീച്ചർക്ക് നൽകി. ചടങ്ങിൽ പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PA യദുകൃഷ്ണൻ, PTA പ്രസിഡന്റ് വിജയ ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, പ്രധാന അധ്യാപകൻ CG ഷാനോജ്, അധ്യാപിക മെബിത എന്നിവർ സംസാരിച്ചു. ഈ പൂർവ്വ വിദ്യാർത്ഥികൾ 1999-20 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നമുക്കായിട്ട് അറിവാണ് തന്നിരിക്കുന്നത്. വേറെ എന്ത് വസ്തുവിനേക്കാളും അറിവിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ഈ ഒരു വർഷത്തെ കുട്ടികൾക്ക് മാത്രമല്ല. ഇപ്പം ഇവിടെ ഹരിദാസേട്ടനൊക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന പുസ്തകങ്ങൾ അവരൊക്കെ എടുത്ത് വായിച്ചതാണ്. അതേപോലെ നിങ്ങളുടെ മക്കളും അവരുടെ മക്കളൊക്കെ വരുമ്പോൾ ഈ പുസ്തകങ്ങൾ ഇവിടെ ചെതലരിക്കാതെ തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ദില്ലിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ നടന്നുവരുന്ന കർഷക സമരത്തിൽ 16ാം ദിവസത്തെ സമരത്തിൽ കുന്നംകുളം ഏരിയയിലെ കർഷകരും കർഷക തൊഴിലാളികളും പങ്കെടുത്തു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സത്യാഗ്രഹ സമരം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ നിർവാഹക സമിതി അംഗം ഡോക്ടർ PK ബിജു ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനീൻ അധ്യക്ഷനായി. കിസാൻ സംഘർഷ് കോർഡിനേഷൻ നേതാക്കളായ KV വസന്തകുമാർ, AS കുട്ടി, MN സത്യൻ, K രവീന്ദ്രൻ, AJ സ്റ്റാൻലി, M ശിവശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിവരുന്നത്. പാലിയേറ്റീവ് കെയർ കൂട്ടായ്മയ്ക്ക് വടക്കേക്കാട് പോലീസിന്റെ സഹായഹസ്തം. പുന്നീർകുളം കൂട്ടായ്മ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് പുതിയ ആംബുലൻസ് വാങ്ങുന്നതിനായാണ് വടക്കേക്കാട് പോലീസ് സഹായം നൽകിയത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ M സുരേന്ദ്രൻ മങ്ങാട്ട്, കൂട്ടായ്മ സെക്രട്ടറി ദിവാകരൻ പനന്തറയ്ക്ക് തുക കൈമാറി. ഷാലിമാർ മുഹമ്മദ് അലി, സുനിൽ ചിറായി തുടങ്ങിയവർ പങ്കെടുത്തു. വിപണി. സ്ത്രീകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ കുന്നംകുളത്ത് മെനോറ ഡിസൈനർ ഹബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. പട്ടാമ്പി റോഡിൽ ചെറുവത്തൂർ ബിൽഡിംഗിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന ലളിതമായ ചടങ്ങ് PM ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ PC മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുവത്തൂർ ഗ്രൂപ്പ് ചെയർമാൻ CC വിൽസൺ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വാർഡ് കൌൺസിലർ റീജ സലീം, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ്
സാക്സൺ, BNI ലെജൻഡ്സ് കുന്നംകുളം ചാപ്റ്റർ പ്രസിഡന്റ് സജിത് ചോലയിൽ, മറ്റ് BNI അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്ഥാപനത്തിന്റെ വിലാസം: മെനോറ ഡിസൈനർ ഹബ്, ചെറുവത്തൂർ ബിൽഡിംഗ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഫോൺ 9744838383. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഡയറിയുടെ കുന്നംകുളം നിയോജക മണ്ഡലം തല വിതരണോദ്ഘാടനം നടന്നു. നിയോജക മണ്ഡലം ചെയർമാൻ VM രാജേഷ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കറിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി അഖിലസ് നായർ, ഹരിതവേദി കോർഡിനേറ്റർ രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ കക്കൂസ് പുനരുദ്ധാരണത്തിന് പട്ടികജാതി പൊതുവിഭാഗങ്ങളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നു. അപേക്ഷകൾ ജനുവരി 8 മുമ്പ് സമർപ്പിക്കേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. ഇനി നവമാധ്യമ കാഴ്ച. ചിലരുണ്ട് തനിക്ക് ഇതെല്ലാം സിമ്പിൾ ആണെന്ന് കരുതുന്നവർ. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ചെറിയ ഒരു പാഴ്ച മതി ദാ ഇതുപോലെ കിടക്കാൻ. കുന്നംകുളത്ത് നിന്നും ദയാൽ ജോൺ നൽകിയ ദൃശ്യം. എന്തായി കാണിക്കണേ? പൊങ്ങണില്ല ചേട്ടാ, പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക? ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് വിൽപ്പന വില 4790 രൂപ, ഗ്രാമിന് വാങ്ങൽ വില 4780 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. നിർമ്മാണ തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പോർക്കുളം അഗതിയൂർ കോളനിയിലെ 4 കണ്ടത്ത് 56 വയസ്സുള്ള രാജനെയാണ് ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് നിർമ്മാണം നടക്കുന്ന വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ രാജൻ ചൊവ്വാഴ്ചയാണ് വീട്ടിൽ നിന്ന് പോയത്. രാജൻ ജോലിക്ക് പോയിരുന്ന വീടിനുള്ളിൽ രാവിലെയാണ് മൃതദേഹം കണ്ടത്. വീട് പണിക്കെത്തിയ ജോലിക്കാർ അറിയിച്ചതിനെ തുടർന്ന് ചങ്ങരംകുളം പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ശ്യാമളയാണ് ഭാര്യ. രഞ്ജിത്ത്, രമ്യ എന്നിവർ മക്കളാണ്. പുന്നിയൂർക്കുളം അനലാംകുന്ന പള്ളിക്ക് കിഴക്ക് ഭാഗത്ത് പാലം റോഡ് പരിസരത്ത് താമസിക്കുന്ന കോട്ടപ്പുറത്ത് പരേതനായ അഹമ്മദിന്റെ മകൻ ഇക്ബാൽ നിര്യാതനായി 54 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. ആയിഷയാണ് ഭാര്യ. ആദിൽ, ആഫി എന്നിവർ മക്കളാണ്. ഗുരുവായൂർ താമരയൂർ LG LRE താഴ്ശ്ശേരി രാഘവൻ ഭാര്യ ജാനകി നിര്യാതയായ 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ രോഗവ്യാപനം ദേശീയ ശരാശരിയേക്കാൾ വർദ്ധിച്ചതോടെ കേന്ദ്ര സംഘം വെള്ളിയാഴ്ച കേരളത്തിലേക്ക്. വാക്സിൻ വിതരണം സുഗമമാക്കാൻ മറ്റന്നാൾ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ഡ്രൈ റൺ. സംസ്ഥാനത്ത് 6394 പേർക്ക് കൂടി കോവിഡ്, 5110 പേർക്ക് രോഗമുക്തി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 35 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചാവക്കാട് മേഖലയിൽ 4 പേർക്ക് രോഗം. കേരളത്തിൽ സ്ഥിരീകരിച്ച പക്ഷിപ്പനി മനുഷ്യനിലേക്ക് പടരുമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് വിദഗ്ധർ. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിച്ചു. ബുധനാഴ്ച രാവിലെ ഓൺലൈൻ സംവിധാനം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രി പുതിയ ജനപ്രതിനിധികളുമായി സംവദിച്ചത്. യേശുദേവന്റെ മാമോദിസയെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദനഹപ്പെരുന്നാൾ ആഘോഷിച്ചു. ദേവാലയങ്ങളിലും വീടുകളിലും വാഴപ്പിണ്ടികളിൽ തിരിതെളിയിച്ച് വെളിച്ചത്തിന്റെ ആഘോഷം. ചിറ്റാട്ടുകരയിലും കുന്നംകുളം തെക്കേ അങ്ങാടി ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിലും ഇക്കുറി പെരുന്നാൾ ആഘോഷം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം.